ഹലോ, ഹായ്. എന്നൊരു ഫ്രൈഡ് റെസിപ്പിയാണ്. ഇത് ചിക്കൻ റെസിപ്പി തന്നെയാണ്. ലാസ്റ്റ് ടൈമിൽ നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്നാണ് റെസിപ്പി പറഞ്ഞ് ചെയ്യാത്തതെന്ന് പറഞ്ഞ്. അപ്പോൾ ഇത്തവണ എങ്കിൽ പറഞ്ഞ് ചെയ്യാമെന്ന് വെച്ചു. അതിന് നമ്മൾ എടുത്തിരിക്കുന്നത് 1/2 കിലോ ചിക്കനാണ്. അതിലേക്ക് വേണ്ടിയിട്ട് ഇടാൻ നമ്മൾ കുറച്ച് കുരുമുളക്, കടുക്, ബേ ലീവ്സ്, ഗ്രാമ്പൂ, പട്ട, മേത്തി ലീവ്സ്, പെരുംജീരകം, ചെറിയ ജീരകം, ഇത്ര ഐറ്റംസ് എടുത്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് 4 വെളുത്തുള്ളിയുടെ വലിയ വെളുത്തുള്ളിയാണ് കിട്ടുന്നത്. നമ്മൾ 4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ പൊടി ഐറ്റംസ് ആയിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി, കായപ്പൊടി, കുറച്ച് കറി ലീവ്സ് കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. അത് ചിക്കനിലോട്ട് ആഡ് ചെയ്തിട്ട് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള ഗരം മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇഷ്ടമുള്ളവർക്ക് ആഡ് ചെയ്യാം. അതിൽ നമ്മൾ 1 ടീസ്പൂണോളം സോയാ സോസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ കുറച്ച് വേണം നമ്മൾ ഇതിനകത്ത് ഉപ്പ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, കാരണം സോയാ സോസിൽ ഓൾറെഡി ഉപ്പുണ്ടല്ലോ. പിന്നെ 3 ടീസ്പൂണോളം കേർഡ് എടുത്തിട്ടുണ്ട്, അതും ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ കല്ലുപ്പ് അലിയിച്ചതാണ് എടുത്തേക്കുന്നത്. അതൊരു 3 ടീസ്പൂണോളം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറി ലീവ്സ് കൂടി ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് മുതൽ ഒരു 30 മിനിറ്റ് വരെ നമുക്ക് ഫ്രിഡ്ജിലൊന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അത് നമ്മുടെ ഇഷ്ടമാണ്. മിനിമം ഒരു 10 മിനിറ്റ് എങ്കിലും വെക്കണം. അതിനുശേഷം നമ്മൾ പാൻ ചൂടാക്കിയിട്ട് നമ്മൾ ഈ മസാല പിടിക്കാൻ വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അല്ലാതെ മസാല ഫ്രൈ ചെയ്തെടുക്കണം. കാരണം നല്ല മണമാണ്, നല്ല ടേസ്റ്റാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. നമ്മൾ ഈ ഫ്രൈ ചെയ്തെടുത്ത് ചിക്കനിലോട്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സവാള കൂടി വറുത്തെടുത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ഫൈനൽ റെസിപ്പി. എല്ലാവർക്കും ഇതൊരു മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക.